ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ കുക്കിംഗ് ചാനലിലൊക്കെ പ്രത്യേകിച്ച് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മെയിൻ ഐറ്റം കത്തി, നൈഫ് എന്ന് പറയും. നൈഫാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ചിലവർക്ക് മനസ്സിലാവുള്ള എന്താ ചെയ്യുന്നതെന്ന് അറിയുള്ള പറഞ്ഞു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇപ്പോൾ കുക്കിംഗ് ചാനൽ പറഞ്ഞാൽ മെയിൻ ഐറ്റമാണിത്. അപ്പോൾ അത് തന്നെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാർട്ട് ന്യൂ. ആദ്യം ഫ്രണ്ട് പ്ലെയിൻ, അത് ഓരോ 3 ഡയമെൻഷൻ ആയിട്ടുള്ളതുകൊണ്ട് ഒരു പ്ലെയിൻ എടുക്കണം. നമുക്ക് ആദ്യം ഒരു 2D ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോർമൽ ടു സ്കെച്ച്. ആദ്യം 2D സ്കെച്ച്, സെൻട്രലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. സെലക്ട്, എന്നിട്ട് നമുക്ക് 2D സ്കെച്ച് ക്ലോസ് ചെയ്യാം. ലൈൻ, ഒരു ആർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ചാമ്പറായിട്ട് ഒരു ലൈൻ സെലക്ട് കൊടുക്കാം. 3 പോയിന്റ് ആർക്ക്, ഒരു ആർക്ക് ഇവിടുന്ന് ഈ ആറ്റം വരെ ഒരു ചെറിയൊരു ആർക്ക്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു കത്തിൻ്റെ ഒരു പിടി പോലെ. ഇനി നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻ, ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് കൊടുക്കാം. 125 mm, 25 mm, 25, ഇത് 12.5. ഓക്കെ കൊടുക്കാം. ഇത് നമുക്ക് കുറച്ചൊന്ന് ചെറുതാക്കിയിട്ടൊന്ന്. ഓക്കെ, ഇനി നേരെ ഫീച്ചേഴ്സ് 3D ഷേപ്പ് ആക്കണമല്ലോ, അതിന് എക്സ്ട്രൂഡ് കൊടുക്കാം. എക്സ്ട്രൂഡിൽ ഇത് വൺ സൈഡാണ് ഇതാവുന്നത്. അതിന് മിഡ് പോയിന്റ് എടുക്കാം. മിഡ് പോയിന്റ് 20 mm വിഡ്ത്ത്. നമുക്കൊരു കർവ് വേണം, അതിന് 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ കത്തിൻ്റെ പിടി വന്നിട്ടുണ്ട്. എന്താ ഇതിൻ്റെ വ്യൂ ഒന്ന് ചേഞ്ച് കൊടുക്കാം. പ്ലെയിൻ വ്യൂ, ഫുള്ള് വൈറ്റ് കളർ. അതിന് നമുക്ക് പിടിക്ക് എന്താണ് ഒരു വുഡിൻ്റെ ഷേപ്പ് കൊടുക്കാം. സോളിഡ് ഫാബ്രിക്, ഓർഗാനിക് വുഡിൽ നമുക്ക് പല ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ഇതിൽ പറഞ്ഞ ഇതാണ് ഇപ്പോൾ കറക്റ്റായിട്ട് മരത്തിൻ്റെ ഒരു ഹാൻഡിൽ. ഇനി നമുക്ക് ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. റൈറ്റ് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്. ടു പോയിന്റ് റെക്റ്റാങ്കിൾ, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതിൻ്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. 13 mm, 3 mm. ഇതിൻ്റെ സെൻറ്ററിന് ഡിസ്റ്റൻസ് 1.5 mm. എന്തുപോലെ സെൻട്രലിൽ ആകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നേരെ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട്, റിവേഴ്സ് ഡയറക്ഷൻ, ഓക്കെ കൊടുക്കാം. കട്ടിങ് ആയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് അതിൻ്റെ കത്തിൻ്റെ മെറ്റൽ ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, നോർമൽ ടു, ഇവിടെ ആ സെൻറ്ററിൽ നോർമൽ ടു ചെയ്യാം. സ്കെച്ച്, 2D സ്കെച്ച്, അഗെയിൻ റെക്റ്റാങ്കിൾ, ഓക്കെ സെലക്ട്. നേരെ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് ബോസ് ബേസ്, അൺമെർജ് റിസൾട്ട്, $68 mm, 67, ഒരു mm വിട്ടിട്ട്. ഓക്കെ, അൺമെർജ് റിസൾട്ട്. ഈ ഇപ്പോൾ പുതിയതായിട്ടുണ്ടാക്കിയതിന് നമുക്ക് മെറ്റൽ കളർ കൊടുക്കാം. മെറ്റൽ, സ്റ്റീല്, പോളിഷ് സ്റ്റീൽ. ഓക്കെ, ക്രോമിയം, പോളിഷ് ക്രോം.
പോളിഷ് ക്രോം. ഇതിന് നമുക്ക് വുഡ് തന്നെ കൊടുക്കാം. ചേഞ്ച് ചെയ്യുന്നുണ്ട് വുഡ്. ഓക്കെ, അഗൈൻ ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, 2D സ്കെച്ച് എടുത്തിട്ട് സെയിം സെലക്ട് ഈ ലൈനും സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. 34 mm, 3 mm, 1.5 mm. ഓക്കെ കൊടുക്കാം. എക്സ്ട്രൂഡ് 3D ഷേപ്പ് കിട്ടാൻ 180 mm. ഓക്കെ, അത് നമുക്ക് സ്റ്റീൽ കൊടുക്കാം. ക്രോമിയം തന്നെയാണ്. ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് സ്പ്ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് എൻഡ് പോയിന്റ് സെലക്ട്. ഓക്കെ, ഇതിന് നമുക്ക് ആർക്ക് എൻഡ് ടു എൻഡ് ആർക്ക് സെലക്ട്. നേരെ ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ് കട്ട്. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, കട്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. കട്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ കത്തിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് എക്സിറ്റ്, എക്സ്ട്രൂഡ് കട്ട്, സ്കെച്ച് സെലക്ട് ചെയ്യാം, എക്സ്ട്രൂഡ് കട്ട്. ഓക്കെ, ഇപ്പോൾ കത്തിൻ്റെ നമുക്ക് ഷാർപ്നെസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ബാക്ക് സൈഡ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഇനി നമുക്ക് നേരെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് അധികം ഇരുന്നോട്ടെ ഷാർപ്നെസ്. ഞാൻ ഇത്തിരി ഹൈവി ആയിട്ട് ഷാർപ്നെസ് കൊടുക്കുന്നുണ്ട്. എക്സിറ്റ് കൊടുത്തിട്ട് ലോഫ്റ്റഡ് ബോസ് സ്കെച്ച് സെലക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ പാത്ത്. ഓക്കെ, സ്വീപ്പ് ബോസ് ഷാർപ്നെസ് വരുന്നുണ്ട് അതിൻ്റെ ഷേപ്പിൽ. ഓക്കെ കൊടുക്കാം. കറക്റ്റ് നല്ല ഷാർപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ എൻഡ് പോയിന്റ് നമുക്കൊരു ഷാർപ്നെസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഈ പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഇതേപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ട്രയാങ്കിൾ. ഓക്കെ, എക്സിറ്റ് കൊടുക്കാം. സ്വീപ്പ് ബോസ് ബേസ് ഡിലീറ്റ്. ആദ്യം ഈ പാത്ത് സെലക്ട് ചെയ്യാം. പാത്തായിട്ട് ഈ ഡ്രോയിങ് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഷാർപ്പിനായിട്ടുള്ള എഡ്ജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നോക്കി അറിയും. ഇനി ഇതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി 4 സ്ക്രൂ ചെയ്യണമല്ലോ. സ്ക്രൂവിന് വേണ്ടിയിട്ട് ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ മെറ്റീരിയൽ കൊടുക്കാം. ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. 3 സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം.
1 2 3 സെലക്ട്. മൂന്നും സെലക്ട് ചെയ്യാം. ഈക്വൽ റിലേഷൻ, സ്മാർട്ട് ഡയമെൻഷൻ 4 mm, സർക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 mm, ഈ സർക്കിളും തമ്മിലുള്ള 20 mm. നേരെ എക്സ്ട്രൂഡ്, കട്ട്. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ. again ഈ ഫേസ് ഒന്ന് സെലക്ട് ചെയ്യാൻ, നോർമൽ ടു സ്കെച്ച്. സെയിം ഈ സെൻട്രൽ തന്നെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻ 4 mm. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ്, ബോസ് ബേസ്, ബ്ലൈൻഡ് മാറ്റിയിട്ട് അപ് ടു സർഫേസ് കൊടുക്കാം. ബാക്ക് സർഫേസ് ഓക്കെ കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ് ബോസ് ബേസ്, അപ് ടു സർഫേസ്, അൺമർജ് റിസൾട്ട്. ഓക്കെ, അവിടെ മെറ്റൽ വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ക്രോമിയം പ്ലേറ്റിൽ തന്നെ ആക്കാം. ക്രോമിയം പ്ലേറ്റ് ഇത് സെലക്ട് ചെയ്യാം. ലീനിയർ പാറ്റേൺ 20 mm ഡിസ്റ്റൻസ്, 3 numbers. ഡയറക്ഷൻ ആയിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. 3 എണ്ണത്തിലും മെറ്റൽ സ്ക്രൂ പോലെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു പേര്, നെയിം സെലക്ട് കൊടുക്കാം. നോർമൽ ടു സ്കെച്ച്, സെൻട്രൽ ലൈൻ, സെലക്ട്, സ്കെച്ച്, പാത്ത് ഇത് കൊടുക്കാം. ഇവിടെ ഡിജിറ്റൽ മലയാളം യൂസ്. ഫോണ്ട് ഓക്കെ. നമുക്ക് ഫീച്ചേഴ്സ് ഇപ്പോൾ എക്സ്ട്രൂഡ്, കട്ട് ഓക്കെ കൊടുക്കാം. ആൾ ബോഡി ഓക്കെ. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഡിജിറ്റൽ മലയാളത്തിന്റെ ഒരു കത്തി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നല്ല ഷാർപ്പനായിട്ടുള്ള ആരും കുക്കിംഗ് ചാനലുള്ളവർക്ക് പ്രത്യേകിച്ച് ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്. ഡിജിറ്റൽ മലയാളം കത്തി വേണ്ടവർ കമന്റ് ചെയ്യുക. നല്ല പോളിഷ് ചെയ്തിട്ടുള്ള ഒരു കത്തിയാണ്. താങ്ക് യു.